നീയാ അമ്മ തുറന്നര്? ഞാൻ വരുമ്പോ അമ്മ ഉറങ്ങായിരുന്നല്ലോ. അത് പോട്ടെ, നീ എന്തൊരു ചെയ്യണേ? ഞാനൊരു ചെറിയ കഥയൊക്കെ ഇങ്ങനെ കുത്തിക്കുറിച്ച്. കഥ നീ നന്നായിട്ടുണ്ട്. എന്താ എനിക്ക് കഥ എഴുതി കൂടാ. വെക്കേഷനൊക്കെ ആണ് ഇങ്ങനെ നമ്മൾ കഴിവുകൾ പുറത്തേക്ക് എടുക്കണം. അത് പോട്ടെ, നീ കഥ വായിച്ചേ. അയ്യോ, അങ്ങനെ വായിക്കാൻ പറഞ്ഞാ ഞാൻ ചെറുതായിട്ടൊന്ന് തട്ടി കൂട്ടിയിട്ടുള്ളൂ. അത് പോട്ടെ, നീ കഥ വായിച്ചെന്തായാലും. വായിക്കണോ? വായിക്കി. കഥയുടെ പേര്? കഥയുടെ പേര് യുവ. യുവേ? ആടാ മറ്റേ നമ്മുടെ മറ്റേ യൂത്തിന്റെ ഇല്ലേ, യുവജനത്തിന്റെ യുവ. മറ്റേ യുവ. അയ്യേ, എന്തേടോ കഥ പറയാ എന്തായാലും. എടാ നിങ്ങളോട് ഇരിക്കുക, പള്ളി കയറുന്നില്ലേ? ഇല്ല, പിന്നെ എടാ വാട കുർബാനയ്ക്ക് വാ. ഞാൻ പോരാ. എടാ എന്റെ ഫോണാ. ആ എന്താടാ? ഇതെന്റെ ഫോണല്ലേ? അതെ നിന്റെ തന്നെ. ഇതെടുത്തേ? അത് ഇങ്ങനെ ചീത്ത വാൾപേപ്പർ ഇടാൻ പറ്റുമോ? അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് അല്ല, ഇതെന്റെ ഫോൺ, നീ എന്തിനെടുത്തേ? ഇത് ഇവിടെ ഇരിക്കണപ്പോ ഞാൻ എടുത്തു നോക്കിയോളൂ. ഇതെടുക്കാൻ നീ ആരാ? നീ ആരാന്റെ ശല്യണ്ടല്ലോ. നീ എന്താ അങ്ങനെയൊക്കെ പറയണേ? എടാ പൂവല്ലേ നിക്ക്. പോയി ഇവനെന്താ ഇങ്ങനെ ഇപ്പൊ? കാശിപ്പ എവിടെ നിന്ന് ഒപ്പിക്കും? ചേട്ടൻ്റെ ഉണ്ടാവും.
അറിയോ മാൻ? ആ നീ എവിടെയായിരുന്നു? എടാ ഞാൻ പള്ളിയിലായിരുന്നുടാ. പള്ളിയിലാ? നീ എന്തിനാ ആവശ്യത്തിനടുത്തൊക്കെ പോണേ? നീ ആരെ പോയിരുന്നു പള്ളിയില്? എടാ നീ നിന്റെ ഒപ്പം തന്നെ. ഞാൻ ഇവിടെ എത്തിയിട്ട് കൊറേ നേരായി. നീ എവിടെയായിരുന്നു? ഞാൻ വീട്ടിൽ നിന്ന് പൈസ എടുക്കാൻ പോയതാ. ഓ പൈസ എടുക്കാൻ പോയിക്കായിരുന്നല്ലേ? എത്ര കൊണ്ടുവന്നു? അത് നിനക്ക് മെസ്സേജ് ഉണ്ടായില്ല. നീ കൊണ്ടുവന്നാ നീ? അത് വെറുതെ വെറും കൈയോടെ വന്നാ? 500 കിട്ടിയടാ. നീ 500 കൊണ്ടെന്നുള്ളൂ? നീ 500 എടുത്തോളാ. 1000 എടുത്തല്ലേ പറഞ്ഞേ? എടാ എന്നോട് അവൻ മെസ്സേജ് 500 കൊണ്ടുവരാനാ. എടാ ഇവരെന്തിട്ട് വർത്താനി പറയുന്നത്? അതെ, കാശ് ഞാൻ കുപ്പിയെടുത്തായി. അതൊക്കെ പോട്ടെ, കുപ്പി കിട്ടിയ നീ 500 എടുക്കാൻ പറഞ്ഞിട്ട് 500 എടുത്തില്ലേ? അത് കുഴപ്പമില്ല, ഞാൻ കൊണ്ടുപോവാണ്. മേത്തോട്ട് കളിക്കണ്ട. കുപ്പി വെക്കില്ലേ? എന്റെ കാശ് എന്റെ കുപ്പി, എനിക്കറിയാം എന്ത് ചെയ്യണം. നീ കുപ്പി കുടിച്ചടാ. ഞാൻ അറിയാണ്ട് പറ്റിയതല്ലേ. അറിയാലോ ഞാൻ നിങ്ങളെങ്ങനെയല്ല വിചാരിച്ചു. നീ വല്ല ഫ്രണ്ട്ഷിപ്പിന്റെ വലിയ വില ഒന്നും പറയണ്ട ഇവിടെ കേട്ടാ. ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു വിലയും പറയണ്ട. നീ എന്റെ ബാഗിൽ നിന്ന് പൈസ എടുത്താ? ഞാൻ പൈസ എടുത്ത എനിക്കറിയാം. ഞാൻ എടുത്തിട്ടില്ല. നീ അത് എന്തിനു എടുത്തെന്ന് എനിക്കറിയാം. ആർക്ക് കൊടുത്തെന്ന് എനിക്കറിയാം. ഞാൻ എടുത്തിട്ടുണ്ടെങ്കിലല്ലേ എനിക്ക് പറയണ്ടു. ഞാൻ വീട്ടിൽ പറയാൻ പോണത് നീ പൈസ പൈസല്ല, എന്തിനെടുത്തെന്ന് പറയാൻ പോണത്. ഞാൻ എടുത്തിട്ടില്ല. ചേട്ടന് ചൂടായിട്ട് ഒരു കാര്യമില്ല. നീ എടുത്തത് എനിക്ക് അറിയണമെന്നാണ്. ചേട്ടൻ നീ എവിടെ പോണേ? ആ പൈസ നീ വീട്ടിൽ തന്നിട്ട് വീട്ടിൽ ഞാൻ എടുത്തിട്ടില്ല. സത്യമായിട്ടും ചേട്ടന്റെ ബാഗ് കൂടി ഞാൻ കണ്ടിട്ടില്ല. എനിക്കറിയാം നീ എടുത്ത കേസ്. നീ എവിടുന്ന് തന്നെങ്കിൽ പ്രശ്നമില്ല. ചേട്ടനോട് ഇങ്ങനെ ചൂടായിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഒരു ചൂടാണ് പ്രശ്നമില്ല. നീ എവിടുന്ന് ഈ പ്രശ്നമില്ല. ആ പൈസ കൊണ്ട് വീട്ടിൽ കയറിയാ നീ ഇനി. ഞാൻ അന്നാ പോവാ. നീ എവിടേക്ക് പോയാലും കുഴപ്പമില്ല. പൈസ കൊണ്ട് വീട്ടിൽ കയറിയാ നീ ഇനി. ഇനി വീട്ടിൽ കയറുന്നില്ല പോലെ വേണ്ട.
ആ ഹെൽമെറ്റ് തെറിച്ച് അടുത്ത റെയിൽ പാളത്തേക്ക് വീഴാണ്. എടാ ഒരു മിനിറ്റ് എടാ ഒന്ന് ഇരിക്കൂ. ഊഫ്, ആ ഫ്ലോ അളഞ്ഞി നിക്ക്, അത് പറഞ്ഞു തന്നെ. ഓക്കെ, സോറി പറഞ്ഞു. ആ ഓക്കെ. പറയാൻ കേക്ക്. മോൻ എന്തോടെ ഒന്നും ഉദ്ദേശിക്കണേ? മടുത്തു ഈ ജീവിതം. മടുക്കുമ്പോഴേക്ക് അവസാനിപ്പിക്കണതാണോ ജീവിതം? ആണെങ്കിൽ എത്ര പേരോട് അവസാനിപ്പിക്കണം? നിന്നെ ആശ്രയിച്ച് എത്ര പേര് നിന്റെ വീട്ടിലിരിക്കണ്ടെന്ന് അറിയോ? അവരൊക്കെ ആലോചിച്ചിട്ട് നീ പണിക്കെടുത്തേ. ശരിക്കും പറയല്ലോ, തമ്പരാൻ നിരക്കാത്ത കാര്യം നീ ചെയ്യണം ഇപ്പൊ. എടാ ജോർജ്, നിനക്കിപ്പോ നിന്റെ തെറ്റ് മനസ്സിലായില്ലേ? വാ, നീ ഒരു നല്ല കുംസാരം കാഴ്ച വയ്ക്ക്, എന്നിട്ട് കുർബാന കൂട്. അപ്പൊ എന്തായാലും നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉറപ്പാടാം. വായോ. അപ്പൊ ഇതാണ് കഥ. എങ്ങനെയുണ്ടാ കഥ? നിന്റെ രീതി അനുസരിച്ച് കുഴപ്പമില്ലെന്ന് പറയും. താങ്ക് യു. പക്ഷെ നീ കുറെ ദൈവത്തിന്റെ ടച്ച് കൊടുത്തിട്ടില്ലേ? അത് കാണുന്ന ചുട്ടറ നമ്മള് ഭയങ്കര ഭക്തിയാണ്. അപ്പൊ റോഹ, ആ പറഞ്ഞോ. നിനക്കപ്പൊ ദൈവത്തില് വിശ്വാസമില്ലേ? എടാ അതെ, വിശ്വാസം ഉണ്ടല്ല. നമ്മുടെ ഈ ജനറേഷൻ്റെ ഒരു പോക്ക് അങ്ങനെയാ. എല്ലായിടത്തും എല്ലാ ടീനേജേഴ്സും ഇപ്പം അങ്ങനെയാ. കളവും അതുപോലെ തന്നെ ലിക്കർ, ഡ്രഗ്സ്, ഇതൊക്കെ കഴിഞ്ഞാൽ അവർ വിചാരം വലിയ ഹീറോയിസ് ആണ്. എടാ എനിക്ക് നിന്റെ കാര്യമുണ്ട്. നിനക്ക് ദൈവത്തില് വിശ്വാസം ഉണ്ടോ ഇല്ലയോ? പിന്നെ എനിക്ക് വിശ്വാസമില്ലാണ്ട് ഞാൻ എനിക്കത് എഴുതും. എടാ ഇപ്പൊ എത്ര മണി? ഞാൻ 5 മണിയാവറായി. തമ്പുരാനേ. എടാ സമയം പോയി, വേഗം വാ. അതെ, നമ്മുടെ ഈ കഥ ഒരു സിനിമയാക്കിയാലോ? നിനക്ക് എന്താ അഭിപ്രായം? ആയോ, ഞാൻ വിളിക്കാവുന്ന. അപ്പൊ അവിടെ പറയാ എവിടെ? നീ എങ്ങോട്ടാ? നിനക്കെന്തൊരു പറ്റിയേ? ആ എന്താ ബാ കുർബാനയ്ക്ക് ലേറ്റ് ആവണ്ട. അതേ വരുന്നു. ഇനി എനിക്കെന്തെങ്കിലും പറ്റിയതാണോ?